ഹലോ, ഞാൻ ഈ കുളിച്ചൊരുങ്ങിയിരിക്കുന്നത് ഒരു സ്ഥലത്ത് പോകാനാ. കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മുടെ അബുദാബിയിൽ ഒരു അമ്പലമുണ്ട്, ബാബ്സ് മന്ദിർ എന്ന് പറയും. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോകാൻ പോവാണ്. കാരണം നാളെ ഒരു വിശേഷമുണ്ട്. നാളെ എൻ്റെ പിറന്നാളാണ്. മകം നക്ഷത്രം, കർക്കിടകത്തിലെ മകം നക്ഷത്രമാണ് എൻ്റെ ജന്മനാൾ. സോ നാളെ എൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാതൊക്കെ. പിറന്നാൾ ദിവസം അമ്പലത്തിൽ പോകണം, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇത് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നമ്മുടെ അടുത്തു നിന്നൊക്കെ മാറി നിന്നിട്ടുള്ള ആദ്യത്തെ പിറന്നാളാണ്. സാധാരണ എങ്ങനെയെന്ന് വെച്ചാൽ അമ്മയാണ് അമ്പലത്തിൽ പോകലും പ്രാർത്ഥിക്കലും എല്ലാം. അത് മതി എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാർ പ്രാർത്ഥിച്ചാൽ അത് മതിയല്ലോ, വേറെ പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ എനിക്കുണ്ടല്ലോ എൻ്റെ പിറന്നാൾ ദിവസമൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. പിറന്നാൾ, ബർത്ത്ഡേ ഇതൊക്കെ എന്താ പറയണ്ടത്, ജൂലൈ 1 ആകുമ്പോൾ തൊട്ട് എനിക്കൊരു പ്രത്യേക ഫീലിംഗാണ്. ജൂലൈ മാസം എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷമാണ്. എന്തോ സംതിങ് ഇങ്ങനെ, അത് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കുട്ടികൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ലിയോ ഇതിൽ വരുന്ന കുറേ പേരിങ്ങനെ ഭയങ്കര നമ്മുടെ സെൽഫ് ലവിൻ്റെ ഒരു, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പക്ഷെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, എൻ്റെ ബർത്ത്ഡേ ഞാൻ അങ്ങനെ ആഘോഷിക്കാറില്ല, അല്ലെ എൻ്റെ ബർത്ത്ഡേ ഞാൻ ശ്രദ്ധിക്കാറില്ല, എനിക്ക് നോർമൽ ഡേ പോലെയാണെന്നൊക്കെ. പക്ഷെ എനിക്കെൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും ആഘോഷിച്ചില്ലെങ്കിലും എൻ്റെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതിങ്ങനെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരണം, ആഘോഷിക്കണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് സ്വയം ഇങ്ങനെ ഭയങ്കര സന്തോഷം തോന്നും എൻ്റെ ബർത്ത്ഡേ മന്ത് അല്ലെങ്കിൽ ബർത്ത്ഡേ ദിവസമൊക്കെ ആകുമ്പോൾ. അത് കഴിഞ്ഞു പോകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമമാണ്. ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും അയ്യോ ഈ വർഷത്തെ തീർന്നു പോയില്ലോ. അങ്ങനെ സത്യം പറഞ്ഞാൽ പ്രായം കൂടാണെന്നുള്ളൊരു തോട്ടേ എനിക്ക് വരില്ല. പകരം എനിക്ക് ആ ദിവസം എനിക്കിങ്ങനെ ഭയങ്കര ഹായ്, നമ്മുടെ മാത്രമായിട്ടൊരു ദിവസമല്ലേ, നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് നമുക്ക് എന്തോ ഒരു കേൾക്കുമ്പോൾ വിചാരിക്കും വട്ടണമെന്ന്. കാരണം ഇപ്പൊക്കെ എല്ലാവർക്കും നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് പ്രായം കൂടുന്നതിൻ്റെ വിഷമാണ് വരിക. അയ്യോ ഒരു വയസ്സും കൂടി കൂടിയല്ലോ എന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പ്രായം കൂടുന്നതും ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു ഏജിങ് ഗ്രേസ്ഫുള്ളി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്ക്. അതായത് നമുക്ക് പ്രായം ആയിക്കോട്ടെ, അതിനനുസരിച്ച് നമ്മൾ നല്ല രസമല്ലേ. പ്രായം കൂടുന്തോറും നമ്മളുടെ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ നമ്മുടെ എനിക്ക് ഭയങ്കര സ്ട്രെങ്ത്ത് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏജ് കൂടുന്തോറും നമ്മുടെ എക്സ്പീരിയൻസസ് കൂടും, നമുക്കത് വഴി കിട്ടുന്ന നമ്മുടെ ലേണിങ്സ് കൂടും. സോ നമുക്ക് നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാനും പറ്റുമല്ലോ. പ്രത്യേകിച്ച് നമുക്കൊരു ക്ലാരിറ്റി വരും എല്ലാ കാര്യത്തിലും. സോ എനിക്ക് ഏജ് കൂടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ, സ്വന്തം ബർത്ത്ഡേ ഇങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്നെപ്പോലെ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താ, അപ്പോൾ നമ്മളിവിടെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാളെ സദ്യ വേണമെന്ന്. ഓക്കെ, വീട്ടിലമ്മ എല്ലാ കൊല്ലവും പിറന്നാൾ സദ്യ വെച്ച് തരാറുണ്ട്. അപ്പം നമുക്കത് മുടക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ അക്ഷര അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് എന്തായാലും എൻ്റെ പിറന്നാൾ ദിവസം അടിപൊളി ഒരു സദ്യ റെഡിയാക്കി തരാമെന്നൊക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ, അപ്പം അമ്പലത്തിൽ പോയിട്ട് തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല വലിയൊരു അടിപൊളി അമ്പലമാണെന്നാണ് വീഡിയോസിൽ കൂടെയൊക്കെ കണ്ടും അല്ലെങ്കിൽ ഓരോരുത്തർ പറഞ്ഞും മനസ്സിലാക്കിയത്. സോ നമുക്കവിടെ പോയി കണ്ടിട്ട് വരാം. വൈകുന്നേരം 6 മണിക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പോവാം. ഓക്കെ, ഇതാ കണ്ടോ, കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മൾ അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ദൈവമൊക്കെ ഉണ്ടോ, അതൊരു ഭയങ്കര കൺഫ്യൂസിങ് കാര്യമാണല്ലേ. നമുക്ക് അറിയില്ല ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ദൈവമൊക്കെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ കൊടുങ്ങല്ലൂരമ്മ, ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ കരുതണേ. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ മനുഷ്യരോട് പറയുന്നതിനും കൂടുതൽ ഓടി ചെന്ന് എൻ്റെ പെറുക്ക ദൈവത്തിൻ്റെ മുന്നിലായിരിക്കും. പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ, എന്നാലും പറയാൻ ഒരാളുണ്ടല്ലോ. നമ്മളിതേ ടെമ്പിൾ എത്തിയിട്ടുണ്ട്. സമയം 6 മണി. In 500 meters, you'll arrive at Babs Hindu Mandir, Abu Dhabi. Your destination. മനുഷ്യരിൽ നിന്ന് കിട്ടാത്ത ആശ്വാസമൊക്കെ എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ളത് ഈ ദൈവങ്ങളുടെ അടുത്ത് പോകുമ്പോഴാട്ടോ. എത്ര വലിയ സങ്കടങ്ങളിൽ കൂടി കടന്നു പോയപ്പോഴും നമുക്ക് ശക്തിക്കൊരാളുണ്ട്, ഏതോ ഒരു ശക്തി ഈ ഭൂമിയിൽ നമ്മളെയും കാത്ത് സംരക്ഷിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ പാർക്കിങ്ങിന് വേണ്ടി വലിയൊരു സ്ലോട്ട് ഉണ്ട്, എന്നാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നോക്കി ക്യൂ നിൽക്കാൻ കേട്ടോ. നല്ല ചൂടല്ലേ ഇപ്പോൾ ഇവിടെ, 50 ഡിഗ്രി സെൽഷ്യസാണ് ചൂട്. പുറത്തൊന്നൊരു വഴിയായി കുറേ നേരം ക്യൂ നിന്നിട്ടാണ് കേട്ടോ അകത്തേക്ക് കിടന്നത്. അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു, വീക്കെൻഡ് ആയതുകൊണ്ടാവും. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ.
ദാ അകത്തേക്ക് നടന്നു വരുമ്പോൾ തന്നെ ഈ മണി തൂക്കിയിട്ടേക്കണ എന്ത് രസാ. മണിയുടെ സൗണ്ട് കേട്ടിട്ടാണ്ടോ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചത്. നല്ല രസമുണ്ടല്ലേ. ഞാൻ ഓടി നടന്ന് കുറേ മണിയടിച്ചു. ഇതിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് ഷൂ ഒക്കെ നമ്മുടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല സേഫായിട്ട് നമുക്ക് എല്ലാം മീൻസ് നമ്മുടെ ചെരുപ്പൊക്കെ സൂക്ഷിച്ച് വെക്കാനവിടെ പറ്റും. പിന്നെ അവിടെ വാഷ്റൂംസ് ഉണ്ട്. എല്ലാം ഭയങ്കര വൃത്തിക്കും നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം തന്നെ പുറമേ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ്. എന്ത് ഭംഗിയാലേ. മനുഷ്യൻ്റെ ദൈവം എത്ര വരദാനങ്ങളാണ് കൊടുത്തിട്ടുള്ളതല്ലേ. ഇത്രയും മഹത്വമുള്ള ഇത്രയും സൗന്ദര്യമുള്ള സൃഷ്ടികളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതും നമുക്കൊക്കെ കാണാൻ പറ്റുന്നതും എന്തൊരു വലിയ ഭാഗ്യമാണ്. ആ ചെന്ന സമയം വളരെ നല്ല ടൈമായിരുന്നു കേട്ടോ. ഞാൻ നോക്കി വെച്ചിട്ടാണ് പോയത്. വൈകുന്നേരം സമയത്ത് തന്നെ പോകണം. കാരണം ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് രാവിലെയോ പകലൊന്നും പോവൽ അത്ര നടക്കില്ലല്ലോ. സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ. അപ്പോൾ കറക്റ്റ് 6 മണിക്ക് അവിടെ എത്താൻ പാകത്തിനാണ് പോയത്. അപ്പം നമുക്ക് ആ നല്ല വെളിച്ചത്തിലുള്ള കാഴ്ചകളും കാണാം, എന്നാലൊന്ന് ഇരുട്ടായിട്ട് ശേഷമുള്ള കാഴ്ചകളും കാണാം. രാത്രിയാകുമ്പോഴാണ് കേട്ടോ ഈ അമ്പലത്തിന് ഭംഗി കൂടുന്നത്. കാരണം ലൈറ്റ്സ് ഒക്കെ വന്നിട്ടേ. ഇപ്പൊ തന്നെ നോക്കിയേ എന്ത് രസമുണ്ടല്ലേ കാണാൻ. ഞങ്ങൾ കുറേ സമയമെടുത്ത് ഓരോന്ന് നോക്കിക്കണ്ടാണ് പോയത്. ധൃതി പിടിച്ച് ഓടിയിട്ട് എന്തിനാ, ഇതൊക്കെ നമ്മൾ എപ്പോഴും വന്ന് കാണുന്നില്ലല്ലോ. വന്ന സമയം കറക്റ്റായിരുന്നു. ദാ ആരതിക്കുള്ള സമയമായി. ഗംഗാ നദിയിൽ ആരതി ഒഴുക്കുന്ന ഒരു അതിന് തുല്യമായിട്ടാണ് ഇവിടെ ഇത് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പൈസ കൊടുത്താൽ അവിടെ ഒഴുക്കാനുള്ള ആരതി കിട്ടും. ഞാൻ ഓർത്തു എല്ലാ കാഴ്ചകളും ഒന്ന് കാണാമല്ലോ. അതിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും വിശദമായി കാണാനോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ നിന്ന് എല്ലാം നോക്കി കാണുമായിരുന്നു. ഓരോ ആൾക്കാരും എന്താ ചെയ്യുന്നത്, അവിടെ എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ. എന്ത് ഭംഗിയാലേ. എനിക്ക് ഈ ഒരു കാഴ്ച കണ്ണിൽ നിന്ന് എടുക്കാനേ തോന്നുന്നുണ്ടായില്ല. കണ്ണെടുക്കാതെ നോക്കി നിൽക്കാന്നൊക്കെ പറയില്ലേ നമ്മള്. അത്രയ്ക്ക് സുന്ദരമായിരുന്നു. അടിപൊളിയായിട്ടാണത് അവിടെ പണിഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മൾ അടുത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം എത്ര രൂപങ്ങളാ. ഓരോന്നിനും ഉണ്ടാവും പിന്നിലൊരു വലിയ കഥയും ചരിത്രവും. ഇപ്പൊ ഇവിടെ വൈകിയാണ് കേട്ടോ ഇരുട്ടാവുന്നത്. അല്ലെങ്കിൽ ഈ കാഴ്ചക്ക് ഇതിലും മനോഹരമായനെ. കാരണം ഇരുട്ടുള്ളപ്പോൾ ആ ദീപങ്ങളുടെ വെളിച്ചം കൂടുതൽ നിറഞ്ഞു നിൽക്കുമല്ലോ. ഇപ്പൊ ഇവിടെ ഇരുട്ടാകുമ്പത്തേനും ഒരു 8 മണിയൊക്കെ ആവും. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇതില് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതെല്ലാം ഓരോ ഓർമ്മകളല്ലേ. എന്ത് ഭംഗിയല്ലേ. ആരതി കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി തൊഴുതില്ലല്ലോ. സോ മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വന്നപ്പോഴേ തന്നെ നമ്മൾ ചുറ്റും നടന്ന് കാണുക ചെയ്ത്. നോക്കിയേ, അത്യാവശ്യം നല്ല തിരക്കില്ലേ ഇന്ന്. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ കൂടുതലും വരുന്നതെന്ന്. മലയാളികളും കുറവൊന്നും അല്ല കേട്ടോ. ഇരുട്ടാവും തോറും ഭംഗി കൂടിക്കൂടി വരികയാണ്. എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇനി ഇവിടെ ഒന്ന് ചുറ്റി നടന്ന് കാണാം. എന്നിട്ട് വേണം നമുക്ക് അകത്ത് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി. നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ അടുത്ത് വന്ന് നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമാണ് കാഴ്ചകളെന്ന്. എന്തൊക്കെയാ ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നതെന്ന് നോക്കി. കല്ലിലും മാർബിളിലും ഒക്കെ കൊത്തി എടുത്തിട്ടാണ് കേട്ടോ ഇത് പണിഞ്ഞു വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് നമ്മൾക്ക് ശരിക്കുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ പലപ്പോഴും പറ്റാതെ വരും. ഞാനതുകൊണ്ട് തന്നെ കുറേ നേരം ഫോൺ മാറ്റി വെച്ചിട്ട് കുറേ അടുത്ത് നിന്നിങ്ങനെ ശ്രദ്ധിച്ച് നോക്കി കേട്ടോ.
എന്തൊക്കെയാ അവിടെ കൊത്തിവെച്ചിട്ടുള്ളതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവണ്ടേ. അക്ഷയ് ഫോണിലേക്ക് നോക്കുന്നില്ല, കണ്ണുകൊണ്ട് കണ്ടു നിറയെ ആസ്വദിക്കുകയാണ്. എത്ര വീഡിയോ എടുത്തിട്ട് മതിയാവുന്നില്ല കേട്ടോ, അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ. സത്യം പറഞ്ഞാൽ നേരിട്ട് കാണുന്നതിന്റെ പകുതി പോലും ഭംഗി നമുക്ക് ഈ വീഡിയോയിലൊന്നും തോന്നില്ല. എങ്കിലും ഇതെല്ലാം ഒരു ഓർമ്മയാവും എന്നുള്ളത് കൊണ്ട് ഞാൻ എടുത്ത് സൂക്ഷിക്കുന്നതാണ്. നോക്കി, ഇരുട്ടാവും തോറും അത് എത്ര മനോഹരമായി മാറുന്നുവെന്ന് കണ്ടോ. ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, വന്നും പോയും ഇങ്ങനെ ഇരിക്കുന്നു. 8 മണി വരെയേ ഉള്ളൂ. 8 മണിയോടടുത്തിട്ടുണ്ട്. നമ്മൾ അകത്ത് കയറി തൊഴുതു. അവിടെ പക്ഷേ മൊബൈലൊന്നും അനുവദിക്കില്ല കേട്ടോ, അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ ദൈവങ്ങളും ഉണ്ട്, പിന്നെ നമുക്ക് അത്ര പരിചയമല്ലാത്ത നോർത്ത് ഇന്ത്യയിലെ അവർ ആരാധിക്കുന്ന ദൈവങ്ങളും ഉണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ നമുക്കൊരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ പല വിധത്തിലുള്ള വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ നമുക്ക് ലഭ്യമാണ്. സത്യം പറഞ്ഞാൽ വേഗം പോയി കേർഡ് റൈസ് വാങ്ങി കഴിച്ചു. കാരണം രാവിലെ 10:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ, പിന്നെ ഇത്ര നേരം ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഇപ്പൊ സമയം 8 മണിയായിട്ടുണ്ട് രാത്രി. വിശപ്പ് സഹിക്കാൻ പറ്റുണ്ടായില്ല. ഞാൻ ഓർത്തു ദൈവമേ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് വീഴുവെന്ന്. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. ഭക്ഷണം നല്ല സ്വാദുള്ളതായിരുന്നു. ഇവിടെ നിന്ന് നമുക്കൊരു പ്രസാദം കിട്ടും കേട്ടോ. അതും 8 മണി വരെ ഉള്ളൂ. നമ്മൾ കറക്റ്റ് 8 മണിയായപ്പോഴേ എത്തി. തീരാറായി തുടങ്ങിയിട്ടുണ്ട്. റൈസില് സാമ്പാർ ഒഴിച്ച പോലെ അങ്ങനെ എന്തോ ഒരു പ്രസാദമാണ് കേട്ടോ അന്ന് കിട്ടിയത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ മടങ്ങി പോവാൻ നേരമായി. സത്യം പറഞ്ഞാൽ പെരുന്നാൾ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലൊരു സ്ഥലത്ത് വരാൻ പറ്റിയത് കൊണ്ട് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ നോക്കിയേ, സത്യമാണോ അതോ മിഥ്യയാണോ എന്നൊക്കെ തോന്നുന്ന വിധത്തില് എത്ര മനോഹരമായൊരു കാഴ്ചയാണല്ലോ ഇത്. ഏതോ സിനിമയിലോ ചിത്രത്തിലോ ഒക്കെ കാണുന്ന പോലെ. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം.